ഭരണജ്ഞാനം സൺഡേ സ്കൂൾ മാനേജർ അച്ഛനും പുരുഷ അധ്യാപകരും നടത്തിയ നെടുങ്കണ്ടം കാഴ്ചയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 2025 ഫെബ്രുവരി മാസം 9-ാം തീയതി സൺഡേ സ്കൂൾ ക്ലാസ് കഴിഞ്ഞതിനു ശേഷം 12 മണിക്ക് ഞങ്ങളുടെ യാത്ര തുടങ്ങി. നെടുങ്കണ്ടം ലക്ഷ്യമാക്കിയ യാത്രയിൽ കപ്പിത്താനായി അഖിൽ പോൾ ജോസഫും ഒട്ടും വണ്ണമില്ലാത്ത സുനീഷ് സാറും മുൻനിരയിൽ സീറ്റ് കരസ്ഥമാക്കി. തൊട്ടുപിറകിൽ ഒട്ടും മടികാട്ടാത്ത മാനേജർ ടോം വാഴയിലച്ഛനും ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ മനോജ് സാറും വാഹനത്തിന്റെ ഉടമ റോണി സാറും സീറ്റ് കരസ്ഥമാക്കി. ബാക്കിയുള്ള 3 സാറന്മാരിൽ രണ്ട് ജോബി സാറും നടുക്ക് ബഹുമാന്യനായ ജോയൽ സാറിനെയും പിറകിലത്തെ സീറ്റിൽ തളച്ചു. യാത്രയിലുടനീളം വിശപ്പ് കഥകൾ പറഞ്ഞ തീക്കോയി ജോബി സാറിന്റെ ശല്യം സഹിക്കവയ്യാതെ ഇടയ്ക്ക് ഭക്ഷണമകത്താക്കി. യാത്രയിൽ രസം പകരാനായി അയ്യപ്പൻ കോവിൽ തൂക്കുപാലം ലക്ഷ്യമാക്കി കപ്പിത്താൻ ചവിട്ടിവിട്ടു. രസകരമായ കാഴ്ചകളായിരുന്നു ഞങ്ങളെ തേടി അയ്യപ്പൻ കോവിലിൽ നിന്നത്. തൂക്കുപാലത്തിൽ കയറിയ ശേഷം ചെങ്ങാട സവാരിയും നല്ല രീതിയിൽ ആസ്വദിച്ചു. തൂക്കുപാലത്തിൽ കയറിയതിനു ശേഷം ചെങ്ങാട സവാരിയും നല്ല രീതിയിൽ ആസ്വദിച്ചു. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ എന്ന ഡയലോഗിലൂടെ തീക്കോയി ജോബി സാർ ചങ്ങാട സവാരിക്ക് കോമഡി സ്റ്റാർ പദവിയും കരസ്ഥമാക്കി. സമയക്കുറവ് മൂലം യാത്ര മുന്നോട്ട് തിരിച്ചു. കട്ടപ്പന പുളിയന്മല കവർ ചെയ്ത് നെടുങ്കണ്ടം റൂട്ടിൽ പറപ്പിച്ചു വിട്ടു നമ്മുടെ കപ്പിത്താൻ. അങ്ങനെ ഇടുക്കിയുടെ സൗന്ദര്യം എല്ലാം ആവാഹിച്ചെടുത്ത സ്ഥലമായ തേവാരം മെട്ടിലെത്തി. ഭംഗി ആസ്വദിക്കാൻ നമ്മുടെ മനോരമ സുനീഷ് സാർ തയ്യാറായില്ല. സാറിന് ഉയരത്തിൽ കയറിയാൽ തല കറങ്ങും എന്ന വ്യാജേനയും ഡിക്ഷണറിയിലില്ലാത്ത അസുഖത്തിന്റെ പേരിലും സാർ വണ്ടിക്ക് കാവലിരുന്നു. എന്നാൽ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ ഇടുക്കിയുടെ സൗന്ദര്യം. പൊളി സീനായിരുന്നു ഞങ്ങളെ കാത്തിരുന്നത്. കമ്പം, തേനി, തമിഴ്നാടിന്റെ ഭംഗി ഒറ്റ ഫ്രെയിമിൽ ആസ്വദിക്കുവാൻ സാധിച്ചു. സമയക്കുറവ് മൂലം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ പാലാ ടീ ഫാക്ടറിയിലേക്ക് വെച്ചുപിടിച്ചു. ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ ടീ ഫാക്ടറിയും ഏലയ്ക്ക ഉണക്കിയെടുക്കുന്നതിനുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയും കാണാൻ അവസരം ലഭിച്ചു. ഭക്ഷണപ്രിയനായ തീക്കോയി ജോബി സാറിന്റെ നിർബന്ധപ്രകാരം എല്ലാവരും യാത്ര അടുത്ത സ്ഥലത്തേക്ക് മാറ്റി. ഫുഡ് ആൻഡ് ബിവറേജസിൽ 3 പ്രബന്ധങ്ങൾ തയ്യാറാക്കിയ ജോബി സാർ നമ്പർ 2-വിന്റെ നേതൃത്വത്തിൽ കോഴിയെ നിർത്തി ഗ്രില്ല് ചെയ്തു. പാചകത്തിനിടയിൽ സുനീഷ് സാറും അഖിൽ സാറും വോക്കി ടോക്കിയിൽ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. ഭക്ഷണശേഷം ടാറ്റ പറഞ്ഞ് എല്ലാവരും ഭരണജ്ഞാനത്തേക്ക് തിരിച്ചു.